ആസാദ് എന്ന പേരുള്ള ഒരു സാധാരണക്കാരൻ കേരളത്തിലെ 2 കോടി യുവാക്കളെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ വേണ്ടി കുതിച്ചോടുന്ന ഇന്നത്തെ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് പ്രീ ഓൺഡ് കാർ ബ്രാൻഡായ ഫോക്കസ് മോട്ടോഴ്സ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അനുഭവങ്ങൾ? വഫാനെ അതിനിപ്പോഴും ഞാൻ സാധാരണക്കാരൻ തന്നെയാണ്. സംഭവം പിന്നെ സാധാരണക്കാരനായ 2 കോടി ജനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അതിൽ ഒരു സാധാരണ ചിന്താഗതിയിൽ നിന്ന് 2009 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു യൂസ്ഡ് കാർ അല്ലെങ്കിൽ യൂസ്ഡ് ബൈക്ക് വിൽക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ 2009 ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുന്നേ സാധാരണ ഒരു ബ്രോക്കർ പണി എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിലുള്ള ഒരു പണിക്ക് നടന്ന് 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 ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു ബൈക്ക് വിൽക്കാൻ കഴിഞ്ഞത്. അത് സ്വന്തം കുടുംബത്തേക്കായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊരു കുടുംബത്തേക്ക് തന്നെയാണ്. അങ്ങനെ അതിൽ 250 രൂപ ആ ഒരു കമ്മീഷൻ എന്നൊക്കെ പറയാലോ, അത് കിട്ടി. പിന്നെ എന്നിട്ടും തുടർന്ന് 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 അപ്പൊ കരിയറിൽ ആദ്യം കിട്ടിയ കമ്മീഷൻ വെറും 250 രൂപ. 250 എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ തന്നെ പിന്നെ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോയി 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 പിന്നെ ബൈക്കുകൾ അങ്ങനെ സെയിലായി തുടങ്ങി. പിന്നെ അങ്ങനെ വിറ്റതിന് ശേഷം നമ്മൾ ഒരു കാറിന്റെ ഷോറൂം, കാറുകൾ അതിൻ്റെ ഇടയിലൊക്കെ വിറ്റിട്ടോ. പിന്നെ ഒരു വണ്ടി എടുത്തു, അങ്ങനെ അങ്ങനെ വിറ്റ് വിറ്റ്. ഈ ഒരു സമയത്ത് എത്ര പ്രായം ഉണ്ടാവും? അത് സമയം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം 9-10 കൊല്ലം ഏറെക്കുറെ ആ ഒരു സമയത്തിലായിരുന്നു. ഒരു 10 കൊല്ലം സമയം ഉണ്ടാവുള്ളൂ. അതിലങ്ങനെ പിന്നെ ഒരു ഷോറൂം, ചെറിയ ഷോറൂം നമ്മളെ സ്കൂളിൻ്റെ മുന്നിൽ അങ്ങനെ തുടങ്ങി. പിന്നെ അതിന് കുറച്ചപ്പുറത്തേക്ക് മാറ്റി, അതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് മാറ്റി, അങ്ങനെ അങ്ങനെ പോണ്. എന്തായാലും പിന്നെ നമ്മൾ ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ പല പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഒരുപാട് അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ എന്താണോ സ്വപ്നം കാണുന്നത് ആ സ്വപ്നം കൃത്യമായി കണ്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങോട്ട് എത്തും. അതിൽ നമ്മൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ, എല്ലാതരം ആളുകളുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അത് പേരെടുത്ത് പറയുന്ന ഒരു തലക്കെന്ന് ഇങ്ങനെ പറയേണ്ടി. അതുകൊണ്ട് എല്ലാവരും ഈ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഞാൻ ഓർത്തെടുക്കുകയാണ്. വലിയ സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ. എന്തായാലും ഇന്നും സാധാരണക്കാരൻ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സാധാരണക്കാരെ പോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത് സാധാരണക്കാരൻ തന്നെയാണ്. എന്തായാലും സന്തോഷം. അപ്പൊ നമ്മുടെ ജേണിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാന് ദൈവം ഓരോരുത്തർ നിശ്ചയിക്കും. തീർച്ചയായും 100%. നമ്മളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, നിങ്ങൾ ഇന്ന ആളുകളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ടാവും. അതിൽ ഒരുപാട് ആളുകളെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലൊക്കെ മൊത്തത്തിൽ ഒരു നല്ലൊരു പേരിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡായി നിൽക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലാണ്ടുള്ളൊരു ബ്രാൻഡാണ്, പ്രീ ഓൺഡ് കാർസിന്റെ ഒരു ബ്രാൻഡാണ് ഫോക്കസ് മോട്ടോഴ്സ്. പക്ഷെ ജനങ്ങളെ ഫോക്കസ് മോട്ടോഴ്സിനെ തിരഞ്ഞെടുക്കാൻ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആശങ്കകൾ ഉണ്ടാവും, അതിൻ്റെ റേറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ജനങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിനെ തിരഞ്ഞെടുക്കണം? അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വഫ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വഫാന്റെ സ്വപ്നമാണ് അല്ലെ. പലപ്പോഴും ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഒരു വലിയ സ്വപ്നം നിറവേറ്റുക. അപ്പോ ഫോക്കസ് മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നം എത്രത്തോളം ഭംഗിയാക്കി നിറവേറ്റി കൊടുക്കുക എന്നുള്ളൊരു സെഗ്മെന്റും കൂടിയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ഫാമിലിയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആഗ്രഹത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോ എത്രത്തോളം അവർക്ക് സേഫ്റ്റി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റിയ വാഹനമാണ്, എത്രത്തോളം ട്രസ്റ്റ്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സെഗ്മെന്റ് ആണ്, ഇതൊക്കെ കസ്റ്റമർ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് എന്തിലാണ്, ബ്രാൻഡിലാണ് പലപ്പോഴും പല ആളുകൾക്കും വിശ്വാസം ഉണ്ടാവും അല്ലെ. ഫോക്കസ് എന്ന ബ്രാൻഡിനെ വിശ്വസിച്ചിട്ടാണ് പല കസ്റ്റമേഴ്സും ഇങ്ങോട്ട് എത്തുന്നത്. അപ്പൊ ബ്രാൻഡിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും, ഈ ഒരു കൺസെപ്റ്റാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോക്കസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്?
നമുക്ക് റോഡ് സൈഡ് പാൻ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോക്കസ്. ഓക്കെ, പാൻ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഉഫാന്റെ വാഹനം ബാംഗ്ലൂർ നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് പോയി, അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഇപ്പോൾ വാഹനമാണ്, എഞ്ചിനാണ്, ഇലക്ട്രിക്കലാണ്, എല്ലാ സെഗ്മെന്റും ആണ് അല്ലെ. ഇപ്പോൾ എത്ര ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, ഒന്നും വേണ്ട, ജസ്റ്റ് ഫ്യൂവൽ കഴിഞ്ഞു, ടയർ പഞ്ചർ, നിങ്ങൾ വഴിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ, അധികം നേരം വഴിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഫോക്കസ് മോട്ടോഴ്സ് ഒന്ന് പർച്ചേസ് ചെയ്ത ഒരു വാഹനങ്ങളൊന്നും വരുന്നില്ല. ഷുവർ, തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ വാഹനത്തിന് എഞ്ചിൻ, അതുപോലെ തന്നെ ഗിയർ ബോക്സ്, ബാക്കിയുള്ള അതിനനുബന്ധിച്ചിട്ടുള്ള മേജർ ആയിട്ടുള്ള എല്ലാ പാർട്സിനും ഫോക്കസ് മോട്ടോഴ്സ് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വാറണ്ടി കൂടി കൊടുക്കുന്നുണ്ട്. ഏതൊരു വ്യക്തിക്കും ഇത്രത്തോളം സെഗ്മെന്റ് നമ്മൾ ചെയ്തു കൊടുക്കാന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ ട്രസ്റ്റ് ചെയ്ത് 100% ട്രസ്റ്റ് ചെയ്ത് അവർക്ക് ഒരു നല്ലൊരു സെഗ്മെന്റ് പർച്ചേസ് എക്സ്പീരിയൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങളുടെ സെഗ്മെന്റ്. ഈ അവസാന 2 വർഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 2 വർഷങ്ങളിൽ ഫോക്കസ് മോട്ടോഴ്സിന് ഉണ്ടായ ഒരു കുതിപ്പ്, അല്ലാണ്ടില്ലേ വളരെ വലിയൊരു വളർച്ച, അതിന് പിന്നിൽ എന്താണ്? ഇത്രയും വലിയൊരു വളർച്ചക്ക് പ്രത്യേകിച്ച് ഈ ഒരു ആൾ കേരള ബ്രാൻഡഡ് നെയിമിലേക്കൊക്കെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത് ഈ ഒരു പ്രീവിയസ് 2 ഇയേഴ്സിലാണ്. അതിന്റെ പിന്നിൽ എന്താണ്? ഫോക്കസ് മോട്ടോഴ്സ് 2 വർഷം കൊണ്ടല്ല, ഫോക്കസ് മോട്ടോഴ്സ് ഒരു 11 വർഷത്തെ യാത്ര കഴിഞ്ഞ് 12ാമത്തെ വർഷത്തിലേക്ക് കടക്കാം. പക്ഷെ ലാസ്റ്റ് 2 ഇയർ എന്നുള്ളത് നമ്മളെ ഫോക്കസ് മോട്ടോഴ്സ് ഇങ്ങോട്ട് മാറി ഒന്ന് വലിയ ഒരു 15,000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്കുള്ള ഒരു ഷോറൂമിലേക്ക് വന്നതിന് ശേഷം അതുവരെ ഒരു 3-4 സ്റ്റാഫ് വെച്ച് ആയിരുന്നു ഫോക്കസ് മോട്ടോഴ്സിന്റെ യാത്ര. ഇന്ന് ഔട്ട് സൈഡ് ഇൻസൈഡുമായിട്ട് 50-ൽ പരം സ്റ്റാഫുകൾ ഫോക്കസ് മോട്ടോഴ്സിന്. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. ഒരു കൂട്ടമായ പ്രവർത്തനത്തിന്റെ വിജയവും സിംഗിൾ ഓട്ടത്തിന്റെ വിജയവും രണ്ടാണ്. അതൊരു ചെറിയ ഷോറൂമിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. ചെറിയ ഷോറൂമിൽ നിന്ന് തുടങ്ങി അവിടുന്ന് ചെറിയ ആ സ്റ്റാഫിനെ വെച്ച് പിന്നെ അപ്പോൾ അതിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഫോക്കസ് മോട്ടോഴ്സിന് വേണ്ടി പ്രവർത്തിക്കും. ബിസിനസ്സിന് വേണ്ടത് 5 മുതൽ 7 വരെ ഡിപ്പാർട്ട്മെന്റാണ്. 5 ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമായിട്ടും വേണം. അതിൽ ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വെച്ച് ഫോക്കസ് മോട്ടോഴ്സിന്റെ ഒരു യാത്ര, അത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ഒരു വിജയമോ അല്ലെങ്കിൽ പ്രവർത്തന മികവോ അല്ല. നമ്മളെ യാത്രയിൽ ഒരുപാട് സഹായിച്ച അല്ലെങ്കിൽ ഉപദേശങ്ങൾ തന്ന, നിർദ്ദേശങ്ങൾ തന്ന, അഡ്വൈസ് തന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഒരു കൂട്ടമായ പ്രവർത്തനമാണ് ഫോക്കസ് മോട്ടോഴ്സിന് ഈ ഒരു ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഈ വർഷമൊക്കെ നല്ല ടേൺ ഓവറിൽ കമ്പനി വരാനാണ് സാധിച്ചത്. അപ്പോൾ ഒരു 10 അനുഭവങ്ങളാണ്, കേവലം 2 വർഷത്തെ അനുഭവങ്ങളല്ല, ഒരു 10 അനുഭവങ്ങളാണ് ഫോക്കസ് മോട്ടോഴ്സിനെ ഈ ഒരു കഴിഞ്ഞ 2 വർഷങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ, ഇത്രയും വലിയൊരു വളർച്ച കാഴ്ചവെച്ചത്. നേരത്തെ അസസാട് ചോദിച്ച പോലെ 2 വർഷം കൊണ്ട് ഉള്ള ഗ്രോത്തിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പൊ അസസാർ പറഞ്ഞു 2 വർഷമല്ല 11 വർഷത്തെ എക്സ്പീരിയൻസിന്റെ കേസ് പറഞ്ഞു അല്ലെ. മെയിനായിട്ട് ഗ്രോത്തിന് കാരണം എന്താണ്? എഫേർട്ടാണ്. എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നോ അല്ലെങ്കിൽ മൈൻഡിൽ കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ വന്ന സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളിലും ഞാൻ ഡൗൺ ആയിരിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പൊ ആ സാർ ഇതിനെപ്പോൾ ഡൗൺ ആവേണ്ട ആവശ്യം, എല്ലാം ക്ലിയർ ആവും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടി വരികയാണ് പല സമയങ്ങളിലും. അപ്പോ പെട്ടെന്നുണ്ടായ ഗ്രോത്ത് അല്ല, അതിന്റെ ബാക്കിൽ അത്യാവശ്യം എഫേർട്ടുകളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരാളുടെ എക്സ്പീരിയൻസിന്റെ ഗ്രോത്ത് എന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഗ്മെന്റിനെ കുറിച്ച് പറയാം. സാറിന് പേഴ്സണലി വളർത്തിക്കൊണ്ടുവന്നൊരു ബ്രാൻഡാണ്. തീർച്ചയായിട്ടും ആസർ എങ്ങനെയൊക്കെ ടീം സ്പിരിറ്റ് ഉണ്ട്, ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആശയവും ഇതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള താല്പര്യവും കൊണ്ടാണല്ലോ ഈ ഒരു ബ്രാൻഡ് ഇത്ര പെട്ടെന്ന് ജനങ്ങളിലോട്ട് എത്തിയത്. ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ അംഗീകരിക്കുമ്പോഴാണല്ലോ അതൊരു ബ്രാൻഡായിട്ട് മാറും. നമ്മുടെ വിജയം അതാണ്. തീർച്ചയായിട്ടും ഇറ്റ്സ് എന്താ പറയാ, നമുക്ക് ചിന്തിക്കാനും കഴിയാത്ത വളർച്ചയാണ്. ഇറ്റ്സ് ജസ്റ്റ് ഗ്രേറ്റ്. യെസ്.